ഇത് ആരാം അത് പറയുന്നത്? CPM വ്യക്തിഹത്യയെ കുറിച്ചിട്ട്. പുതുപ്പള്ളി ബൈ ഇലക്ഷന് ഉമ്മൻചാണ്ടിയുടെ മകളുടെ ഉടുപ്പും ബാഗും ചെരുപ്പും വരെ എണ്ണി പറഞ്ഞ് അതിനെ വ്യക്തിഹത്യ നടത്തിയ അത്രയും വരുമോ? ഉളുപ്പുണ്ടോ? ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ പറഞ്ഞ LDF സ്ഥാനാർത്ഥിയെ കുറിച്ചിട്ട് മോശമായി പറഞ്ഞു എന്ന്. ഈ പ്രളയ സമയത്ത് അയ്യപ്പനും മാളികപ്പുറവും തമ്മിൽ കല്യാണം കഴിച്ചു, അയ്യപ്പന്റെ ബ്രഹ്മചര്യം പോയി എന്ന് ഇപ്പോഴത്തെ LDF സ്ഥാനാർത്ഥി പറഞ്ഞത് ഇല്ലാത്ത കഥയാണോ? അദ്ദേഹത്തിന്റെ സ്വന്തം പ്രസ്താവനയല്ലേ? ഇനി VS അച്യുതാനന്ദന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്ന് പറഞ്ഞത് ഇല്ലാത്ത കഥയാണോ? അതിനെക്കുറിച്ച് VS അച്യുതാനന്ദൻ പറഞ്ഞത് ഇല്ലാത്ത കഥയാണോ? ഞങ്ങളാരും പറഞ്ഞതല്ലല്ലോ. CPIയുടെ ഇവരുടെ ഘടകകക്ഷിയായിട്ടുള്ള CPIയുടെ കൊടി പീറ തുണിയാണെന്ന് അദ്ദേഹം ആക്ഷേപിച്ചതും അതിന് തിരിച്ച് CPIക്കാര് ചരിത്രം അറിയാത്ത കപ്പലണ്ടി കമ്മ്യൂണിസ്റ്റുകാരനെന്നും വ്യാജ കമ്മ്യൂണിസ്റ്റെന്നും ഇയാളുടെ തലയിൽ തക്കാളി കൃഷി നടത്തണമെന്നും ഇത്തരത്തിലുള്ള ചാര സന്തതികളെ സൂക്ഷിക്കണമെന്നൊക്കെ ലേഖനം എഴുതിയത് ജനയോഗത്തിൽ ഞങ്ങൾ പറഞ്ഞതാണോ? ഇതൊക്കെ ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുമ്പിലുള്ളതല്ലേ? ഇതൊന്നും വ്യാജമല്ല മാധു. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഇനി രണ്ടാമത്തത് കുഞ്ഞാലി വധത്തെ കുറിച്ചിട്ട് ആർഷോ പറയുന്നു. ആർഷോ തന്നെ പറയണം, നിങ്ങൾ കുഞ്ഞാലി വധത്തെ കുറിച്ച് നിലമ്പൂര് പറയണം. ഈ കുഞ്ഞാലി വധത്തിന്റെ പേരിൽ ഒരുപാട് പതിറ്റാണ്ട് നിങ്ങൾ ആക്ഷേപിച്ച ആര്യാടൻ മുഹമ്മദിനെ നിങ്ങൾ എന്തിനാ പിന്നെ CPM നേരിട്ട് പിന്തുണച്ചത്? നിങ്ങൾ എന്തിനാ പിന്തുണച്ചത്? നിങ്ങളുടെ സഖാവ് കുഞ്ഞാലിയെ കൊന്നു എന്ന് നിങ്ങൾ ആക്ഷേപിക്കുന്ന അതേ വ്യക്തിയെ തന്നെ നിങ്ങൾ പിന്തുണച്ചിട്ടുണ്ടല്ലോ ആർഷോ. അതിനെക്കുറിച്ച് എന്താ പറയാൻ പറ്റാത്തത്? സ്വന്തം സഖാവിനെ കൊന്നു എന്ന് പറയുന്ന ആളെ നിങ്ങൾ പിന്തുണച്ചിട്ടില്ലേ തെരഞ്ഞെടുപ്പിൽ? അപ്പൊ നിങ്ങൾക്ക് സൗകര്യമുള്ളപ്പോൾ ഈ പറഞ്ഞ സഖാക്കന്മാരെ നിങ്ങൾ രക്തസാക്ഷികളും സൗകര്യപ്പെടാത്തപ്പോൾ അങ്ങ് മറവിയിലേക്കും തള്ളിവിടുന്ന ആ പരിപാടി ആദ്യം നിർത്തണം. ഇനി അടുത്തത് നിങ്ങൾ പറഞ്ഞ വികസനത്തെ കുറിച്ചിട്ട്. വലിയ വികസനമാണ് അവിടെ നടത്തിയതെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ ബൈ ഇലക്ഷനിൽ പ്രിയങ്ക ഗാന്ധിക്ക് നിലമ്പൂർ മണ്ഡലത്തിൽ നിന്ന് മാത്രം 60,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടിയത്. നിങ്ങളുടെ വികസനം എന്തേ ആ നാട്ടിലെ ആളുകൾ കണ്ടില്ലേ? അതിനു മുമ്പ് രാഹുൽ ഗാന്ധി കിട്ടിയ ഭൂരിപക്ഷം നിങ്ങൾ ഇപ്പോഴും 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF ജയിച്ചല്ലോ, അത് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജയിച്ചതല്ലേ എന്നും പറഞ്ഞ് ആ പഴയ സ്ട്രാറ്റജി പറഞ്ഞുകൊണ്ടിരുന്നോ? അന്ന് നിങ്ങൾക്ക് കോവിഡ് ഉണ്ടായിരുന്നു, കോവിഡിന്റെ മറവിൽ നിങ്ങൾ പലതും ചെയ്തിരുന്നു. നിങ്ങൾക്ക് കിറ്റ് ഉണ്ടായിരുന്നു, 350 രൂപയുടെ കിറ്റ് നിങ്ങൾ 500 രൂപയ്ക്ക് കൊടുത്തും സാധാരണക്കാരെ പറ്റിച്ചിട്ടുണ്ട്. ഒരുപാട് PR പണിയുണ്ട്. അതൊന്നും ഏൽക്കുന്നില്ലെന്നതിന്റെ തെളിവാണ് പൊട്ടിപ്പൊളിഞ്ഞ് മഴയിൽ ഒളിച്ചു പോകുന്ന ദേശീയപാത അടക്കമുള്ള ഈ 2 കോടി രൂപയ്ക്ക് ചെലവഴിച്ച് നടത്തുന്ന റീൽസ് അടക്കമുള്ള മുഴുവൻ പ്രവർത്തനങ്ങളും കേരളത്തിലെ ജനങ്ങൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാം? കേരളത്തിലെ ഏത് തെരഞ്ഞെടുപ്പിൽ CPMന് വ്യക്തിഹത്യ നടത്താതെ തെരഞ്ഞെടുപ്പിന് അഡ്രസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്? CPM ആണ് വ്യക്തിഹത്യക്കെതിരെ കേരളത്തിൽ ഇത് പറയാൻ ഏറ്റവും യോഗ്യർ. നമ്മൾ സമ്മതിച്ചു പോകുന്നു. ഇവരെ കാണുമ്പോഴാണ് കേരളത്തിലെ തിരുവനന്തപുരം മൃഗശാലയിലേക്ക് കണ്ടാമൃഗമൊക്കെ സ്വയം തോലുരിഞ്ഞ് AKG സെന്ററിന്റെ മുമ്പിൽ വെച്ച് സാഷ്ടാംഗം പ്രണമിക്കും. ഇവരെ അത്രത്തോളം കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ.